ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അഹമ്മദ് അൽ മഗരിബി ഊദ് ക്ലാസിക് എന്ന പെർഫ്യൂമാണ്. അപ്പോൾ ഞാൻ നേരത്തെ 2 വീഡിയോസിൽ ഓൾറെഡി ഈ പ്രോഡക്റ്റ് കാണിച്ചു. ഇത് 50 ml ആണ്. 50 ml പ്രൈസ് വന്നത് 6 ഒമാനി റിയാലാണ്. എൻ്റെ സിസ്റ്റർ ഇത് ഒമാനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അഹമ്മദിൻ്റെ ലോഗോ ഉണ്ട്. ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബോക്സ്, ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു വെൽവെറ്റി ഫീലൊക്കെ തോന്നുന്നുണ്ട്. ഒരു സ്മൂത്ത്നെസ് പിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉള്ളത്. ഊദ് ക്ലാസിക്. ഞാൻ ഈ ബിദുനിസം പറഞ്ഞ സമയത്തും ഇതൊന്നും ഞാൻ ഈ ടാബിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ബിദുനിസം ഇത് രണ്ടും ഒരുപോലത്തെ ബോട്ടിലുകളാണ് ഞാൻ പറയേണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെ EDP കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ഒരു 44% ആണ് വോളിയം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നല്ലൊരു ശതമാനം പെർഫ്യൂം വരുന്നുണ്ട്. അത് നമുക്കിതിൻ്റെ ആറ്റമൈസർ നോക്കാം. ആറ്റമൈസർ ഞാൻ അഹമ്മദ് അൽ മഗരിബിൻ്റെ ബാക്കി പെർഫ്യൂംസ് വീഡിയോ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു ഇവരുടെ ആറ്റമൈസറിന് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഒരു സ്മൂത്ത്നെസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇനി പറയുകയാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ഒരു ഊദ് ഫ്രാഗ്രൻസ്. ഭയങ്കര ഹാർഷ് അല്ല, ഭയങ്കര ലൈറ്റും അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു ഊദ് ഫ്രാഗ്രൻസ് ആണത്. നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഓപ്പണിങ്ങിൽ നമുക്ക് ചെറിയൊരു ഫ്രഷ്നെസ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ചെറിയൊരു മസ്കി നോട്ട്സും വരുന്നുണ്ട്. പിന്നെ അത്ര സ്ട്രോങ്ങർ അല്ലാത്ത ഒരു സ്മോക്കി ആൻഡ് വുഡി ഒരു എന്താ പറയുക ഒരു ഊദ് ഫ്രാഗ്രൻസിലേക്ക് പോകണം. ചെറുതായിട്ട് ഇവിടേക്ക് ഒരു മധുരമുള്ള പോലെ ഒരു ഫ്രാഗ്രൻസും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഇത് പ്ലീസിങ് ആണോ എന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും. കാരണം ഇതിൽ ഹാർഷിനെസ്സോ ഊതിൻ്റെ ആ ഒരു ചീഞ്ഞ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ല ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഊത് പെർഫ്യൂം, അങ്ങനെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാനിത് ഔട്ട്ഡോർ ആയിട്ടും ഇൻഡോർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നിയത് ഇത് വലിയ ഒരു പെർഫോം ചെയ്യുന്നില്ല. ഞാൻ കമ്പയറിങ് ടു ഈ ബിദനിസം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതിന് അത്രയും പെർഫോമൻസ് കിട്ടുന്നില്ല. പിന്നെ ഇത് രണ്ടും ഞാൻ ഒരുമിച്ചും യൂസ് ചെയ്ത് നോക്കി, അപ്പോഴും അതാണ് നല്ലോണം നിൽക്കുന്നുണ്ട്. അത് ബീസ്റ്റ് മോഡാണ്. പക്ഷെ ഇതൊരു സാധാരണ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഇത് നമുക്കൊരു അപ് ടു 2 hours വരെ ഇതിൽ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 5 to 6 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ ഔട്ട്ഡോർ യൂസ് ചെയ്ത സമയത്ത് ഇൻഡോർ വരുമ്പോൾ നമുക്കൊരു 3 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു 6 to 7 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 1 hourൻ്റെ ഒരു ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട്. ഇനി ഇത് യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഭയങ്കര ഹാർഷായിട്ടുള്ള ഒരു ഊതൊന്നുമല്ല. പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഒമാനി റിയാൽ 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1200 1250 ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ ചെറിയ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ ഇത് എടുത്തോളൂ. കാരണം എന്താ പറയുക, ആ പ്രൈസിന് ഇത് വർത്താണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒഫീഷ്യലി കണ്ടിട്ടില്ല, ആരൊക്കെയോ ഇമ്പോർട്ട് ചെയ്ത് റീസെൽ ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒഫീഷ്യലി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലില്ല. ഇവിടുത്തെ ഇന്ത്യക്കാരെ കമ്പനിയാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ ഇത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ പുറം നാടുകളിൽ നിന്നൊക്കെ മിഡിൽ ഈസ്റ്റിലോ പിന്നെ യൂറോപ്പിലൊക്കെ ഉള്ളവർക്ക് അവിടെ നിന്ന് ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ. എൻ്റെ ഒപ്പീനിയനിൽ അത്ര ശല്യമില്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഊദ് ഫ്രാഗ്രൻസ്, അതാണ് ഈ ഊദ് ക്ലാസിക് എന്ന ഈ പെർഫ്യൂം. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ മാത്രമല്ല എന്താ പറയുക, പെർഫോമൻസ് ഡീസൻറ്റ് എന്ന് പറയാം ആ ഒരു പ്രൈസിന്. പക്ഷെ ഭയങ്കര അഹമ്മദ് അൽ മഗരിബി എല്ലാവരും ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യാറുള്ളത് അവരുടെ പെർഫോമൻസിനാണ്. പക്ഷെ അത് ഇവിടെ എനിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ കിട്ടുന്നവരുണ്ടായേക്കാം, പക്ഷേ ആ ഒരു കാര്യത്തിന് ഞാൻ ഇത് 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇത് വെരി 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 ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും വരുന്നില്ല എന്ന് മാത്രം. So anyway, that's all for this video. Thanks for watching.